അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടോബാട്ടിക് സിംഗ് എന്ന ഒരു രസകരമായ പാഠത്തിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു ഭ്രാന്തൻ, അയാൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അലഞ്ഞ യാത്രക്കിടയിൽ പോലീസ് പിടിക്കുകയും അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് മൂർജിക്കുകയും ചെയ്തു. അങ്ങനെ അയാളൊരു മരത്തുമ്മ കയറി ഒരു 2 മണിക്കൂർ നേരത്തെ പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിൻ്റെ കാര്യപ്പെട്ട വിഷയം ഇന്ത്യ പാക് വിഭജനം തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തോട് അവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു. പക്ഷേ അയാൾ ഇറങ്ങിയില്ല. അയാൾ പറഞ്ഞു, മൈ ഹിന്ദുസ്ഥാൻ മേ രഹ്ന ചാഹ്താ ഹൂം ന പാകിസ്ഥാൻ മേ മൈ ഇസ് ദറഖ്ത് പർ ഹി രഹൂംഗ. ഞാൻ ഈ മരത്തുമ്മ തന്നെ നിൽക്കുള്ളൂ, ഞാൻ ഇന്ത്യയിലാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ മരത്തുമെന്ന് ഇറങ്ങാൻ തയ്യാറല്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് നമുക്ക് എടുക്കാനുള്ളത്. നോക്കൂ, ബഡി മുഷ്കിലോं के बाद जब उसका दौरा सर्द पड़ा वो नीचे उतरा और अपने हिंदू सिख दोस्तों से गले मिल मिलकर रोने लगा. इस ख्याल से उसका दिल भर आया था कि वो उसे छोड़कर हिंदुस्तान चले जाएंगे. एक MSc पास रेडियो इंजीनियर जो मुसलमान था और दूसरे पागलों से बिल्कुल अलग थलग बाग की एक ख़ास रविश पर सारा दिन खामोश टहलता रहता था. ये तब्दीली नमूदार हुई कि उसने तमाम कपड़े उतार कर दफादार के हवाले कर दिए और नंग धड़ंग सारे बाग में चलना फिरना ഷുറു കർ ദിയ. നമുക്ക് അർത്ഥം നോക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നോക്കാം. ബഡി മുഷ്കിലോं के बाद, വളരെ പ്രയാസങ്ങൾക്ക് ശേഷം, ജബ് ഉസ്കാ ദൗറ, ദൗറ എന്ന് പറഞ്ഞാൽ അവൻ്റെ തലകറക്കം എന്നൊക്കെയാണ് ദൗറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തലകറക്കം തന്നെ ഉദ്ദേശിക്കണമെന്നില്ല, നേരെ നമ്മളെ ഭ്രാന്തന്മാരെ വട്ടുണ്ടല്ലോ, ആ വട്ട് തന്നെ ഉദ്ദേശിക്കാം. ആ വട്ട് എന്ന് തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കാം. അപ്പോൾ ആ വട്ട് സർദ് പട, സർദ് പഠന പറഞ്ഞാൽ കൂളാവുക, സർദ് പഠന എന്ന് പറഞ്ഞാൽ കൂളാവുക. അപ്പോൾ ആ വട്ട് എന്തായി, ഒന്ന് കാമായപ്പോൾ, ഒന്ന് ശാന്തമായപ്പോൾ. സർദ് പഠന എന്ന് പറഞ്ഞാൽ കൂളാവുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വട്ട് ഒന്ന് കൂളായപ്പോൾ, ശാന്തമായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നീച്ചെ ഉത്തറ, അദ്ദേഹം നേരെ താഴോട്ട് ഇറങ്ങി. പിന്നെ ഓർ അപ്പിനെ ഹിന്ദു സിഖ് ദോസ്തോൻസെ, പിന്നീട് തൻ്റെ ഹിന്ദു മുസ്ലിം ഹിന്ദു സിഖ് സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഗലേ മിൽ മിൽക്കർ, ഗലേ മിൽന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, ആശ്ലേഷിക്കുക എന്നാണ് അർത്ഥം. ഗലേ മിൽന അർത്ഥം അറിയാത്തവർ എഴുതിയൊക്കെ ഉണ്ടോ? ഹഗ് എന്നാണ് അർത്ഥം. ഗലെ മിൽ മിൽക്കർ, അവരെ എല്ലാ സുഹൃത്തുക്കളെയും ഇങ്ങനെ ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് റോനേലക, കരയാൻ തുടങ്ങി. ഇസ് ഖയാൽസെ, ഈ ചിന്ത കാരണത്താൽ, ഇത് ഓർത്തത് കാരണത്താൽ, ഉസ്കാ ദിൽ ഭർ ആയ, ഉസ്കാ ദിൽ ഭർ ആയ, നമ്മൾ പലവട്ടം കേട്ട വാക്ക് തന്നെയാണ്, പക്ഷെ അർത്ഥം ശ്രദ്ധിക്കണം. ദിൽ ഭർ ആന എന്ന് പറഞ്ഞാൽ സങ്കടം വരിക, കണ്ണിൽ നിന്ന് കണ്ണുനീർ വരിക. ആങ്കോമേ ആൻസു ആന എന്നാണ് ദിൽഭർ ആന, മനസ്സറിയുക, അതുപോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരിക എന്നാണ് അർത്ഥം. ദിൽഭർ ആന, ആങ്കോമേ ആൻസു ആന മുഹാവറയാണ്, ശ്രദ്ധിക്കുക, പ്രത്യേകം അർത്ഥം ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ. ഉസ്കാ ദിൽഭർ ആയാഥ, അവൻ്റെ കണ്ണിൽ നിന്ന് ഇത് ചിന്തിച്ചത് കാരണത്താൽ അവൻ്റെ മനസ്സലിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിരുന്നു. കെ
എന്ത് ചിന്ത കാരണത്താൽ വോ ഉസേ ഛോഡ്കർ അദ്ദേഹം ആ ഭ്രാന്തനെ ഉസേ ഛോഡ്കർ വോ ആ ഹിന്ദു സിഖ് സഹോദരങ്ങളൊക്കെ ഉസേ ഇവനെ ഛോഡ്കർ ഉപേക്ഷി ഹിന്ദുസ്ഥാൻ ചലേ ജായെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്നിട്ട് എന്തായി കരയാൻ ഹിന്ദുസ്ഥാൻ ചലേ ജായെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം ഇദ്ദേഹം എന്താ ആലോചിച്ചത് എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവരെല്ലാവരും ഇന്ത്യയിലേക്ക് പോകുമല്ലോ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഏക് MSc പാസ് റേഡിയോ എഞ്ചിനീയർ ഒരു MSc പാസ്സായിട്ടുള്ള റേഡിയോ എഞ്ചിനീയർ ഇനി പറയുന്നത് മറ്റൊരു ഭ്രാന്തന്റെ കഥയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു എഞ്ചിനീയർ ജോ മുസൽമാൻ था അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. മാത്രമല്ല और दूसरे पागलों से बिल्कुल अलग थलग था മറ്റുള്ള വിഡ്ഢികളിൽ നിന്ന് മറ്റുള്ള ഭ്രാന്തന്മാരിൽ നിന്ന് ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തമാംതർ പൂർണ്ണമായിട്ടും അലഗ് തലഗ് വേറിട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനാണ് എന്ത് വേറിട്ടവനായിരുന്നു ഒറ്റപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തെ ആ ഒരു മുസ്ലിമായ റേഡിയോ MSc പാസ്സായ ആ ഒരു ഭ്രാന്തന് ബാഗി അവിടുത്തെ തോട്ടത്തിലെ ഏക്ക് ഖാസ് റവിഷ് പർ റവിഷ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവിഷ് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ബാഗി ഏക്ക് ഖാസ് റവിഷ് പർ ആ തോട്ടത്തിലെ ഒരു പ്രത്യേക വഴിയിലൂടെ സാരാദിൻ ദിവസം മുഴുവൻ എന്താകും ഖാമോഷ് നിശബ്ദനായിട്ട് ചെൽന നിശബ്ദനായിട്ട് പോവുക എന്നത് നടക്കുക. ഖാമോഷ് ടഹൽന ടഹൽത്ത രഹ്താത്ത നിശബ്ദനായിട്ട് എന്ത് ചെയ്യുമായിരുന്നു ടഹൽന എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ എങ്ങനെ മെല്ലെ നടക്കുമായിരുന്നു. ടഹൽന എന്ന് പറഞ്ഞാൽ ആഹിസ്ത ആഹിസ്ത ചെൽന എന്നാണ് ടഹൽന എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ദിവസം മുഴുവൻ ആ ഒരു തോട്ടത്തിൽ കൂടെ എങ്ങനെ മെല്ലെ ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു മെല്ലെ മെല്ലെ നടക്കുമായിരുന്നു. പിന്നെ ഈ മോർണിംഗ് വാക്കിനൊക്കെ സവേരേക്ക ടെഹൽന എന്നാണ് പറയാ. ശ്രദ്ധിക്കണം, സവേരേക്ക ടെഹൽന മോർണിംഗ് വാക്ക് നടത്തുക സവേരേക്ക ടെഹൽന എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ രാവിലത്തെ നടത്തം നടക്കുക സവേരേക്ക ടെഹൽന മോർണിംഗ് വാക്ക്. ഏതായാലും അദ്ദേഹം എല്ലാ ദിവസവും അങ്ങനെ മെല്ലെ നടക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ തബ്ദീലി ഈ ഒരു മാറ്റം നുമൂദാർ ഹുയി അദ്ദേഹത്തിൽ പ്രകടമായി. നുമൂദാർ ഹോന പറഞ്ഞാൽ സാഹിർ ഹോന. എന്താണ് മാറ്റം വന്നത്? കെ എന്തെന്ന് വെച്ചാൽ ഉസ്നെ അദ്ദേഹം തമാം കപ്പടെ ഉത്താർക്കർ ഒരു ദിവസം വസ്ത്രം മുഴുവൻ അഴിച്ചു വെച്ചിട്ട് കപ്പടെ ഉത്താർക്കർ എന്ന ഈ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കി വെക്കണം. കഥ രസമുള്ളതാണ്, കൂടെ വാക്കും മനസ്സിലാക്കണം. തമാം കപ്പടെ ഉത്താർക്കർ തൻ്റെ മുഴുവൻ ശരീരത്തിൽ ഒന്നും ബാക്കിയില്ല, ഒന്നും ബാക്കി വെക്കാതെ അദ്ദേഹം അഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്തു? ദഫാദാർക്ക് ഹവാല കർദിയെ. ദഫാദാർ എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ എന്നാണ് അർത്ഥം. അവിടെ കൊടുത്തിട്ടുണ്ട്. ദഫാദാർ എന്ന് പറഞ്ഞാൽ വാച്ച്മാന്. അവിടെ ഉണ്ടായിരുന്ന ആ ഭ്രാന്താലയത്തിൻ്റെ വാച്ച്മാന് അദ്ദേഹം അയാൾ ഏൽപ്പിക്കുകയുണ്ടായി. ഹവാല കർണ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, നിങ്ങൾക്ക് അറിയുന്ന വാക്ക് തന്നെയാണ്. പിന്നെയോ ഓർ നങ്ക് തടങ്ക്, പിന്നെ നഗ്നനായിട്ട്, നങ്ക് തടങ്ക് എന്ന് പറഞ്ഞാൽ നഗ്നനായിട്ട് സാരേ ബാഗ്മേ ആ തോട്ടത്തിൽ മുഴുവൻ ഫിർന ചുറ്റിക്കറങ്ങാൻ ഷുറൂ കർദിയ തുടങ്ങുകയും ചെയ്തു. ഇനി വേറൊരു ഭ്രാന്തൻ്റെ കഥ പറയാം. അവിടെ ലാഹോർത്തെ ഭ്രാന്താലയത്തിൽ एक सिख था जिसको पागल खाने में दाखिल हुए 15 बरस हो चुके थे. हर वक्त उसके ज़बान से ये अजीब व गरीब अल्फाज सुनने में आते थे. ओ पढ़दी गड़गड़ दी अंगीज दी बेध्याना दी मंग दी दाल ओफ दी लालटीन. हाँ നോക്കൂ, ഏക് സിഖ് താ. ഇനി വേറൊരു ഭ്രാന്തൻ്റെ ഒരു സിഖ് ഭ്രാന്തൻ ഉണ്ടായിരുന്നു. ജിസ്കോ പാഗൽ ഖാനമേ അദ്ദേഹം ആ ഭ്രാന്താലയത്തിൽ ദാഖിൽ ഹുയെ പ്രവേശിച്ചിട്ട് 15 ബറസ് ഹോ ചുക്കേ ഥേ. എത്രയായിരുന്നു?
15 15 എന്ന് പറഞ്ഞാല് 15 വർഷം ഗരീബോ അജീബോ ഗരീബ് അൽഫാസ് സുന്നമെ ആത്തെ थे എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ഈ വാക്കുകൾ കേൾക്കാൻ ഇടയാവാറുണ്ട്. സുന്നമെ ആത്തെ थे എന്ന് പറഞ്ഞാൽ കേൾക്കാറുണ്ടായിരുന്നു. ഈ വാക്ക് അജീബ് അത്ഭുതകരമായ, ഗരീബ് വിചിത്രമായ അൽഫാദുകൾ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ തൊള്ളേന്ന്. അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം പാട്ട് ഇതാണ്. ഓ പടതി ഗഡ്ഗഡി അങ്കിസ് ദി ബേധ്യാനാദി മങ്ക്ദി ദാൽ ഓഫ് ദി ലാൽട്ടീൻ. ഇതാണ് ഇപ്പോൾ മൂപ്പര ഫുൾ ടൈം പാട്ട്. അത് അർത്ഥം ചോദിക്കരുത്, അത് അർത്ഥമല്ലാത്ത ഒരു ഭ്രാന്തൻ്റെ വാക്കാണ്. അപ്പോൾ ഈ ഒരു സംസാരമായിരുന്നു അദ്ദേഹം ഫുൾ ടൈം പാടിയിരുന്നത്. അയാളെ ബാക്കി സവിശേഷത എന്താണെന്നറിയോ? ദിൻകോ സോത്താ ഥാ ന രാത്കോ. ദിൻകോ സോത്താ ഥാ, പകൽ ഉറങ്ങൂല, ന രാത്കോ, രാത്രിയിലും. ഇവിടെ മക്കളെ ഈ ജുംലയിൽ ശ്രദ്ധിക്കാനുള്ളത് പകൽ ഉറങ്ങാറില്ല എന്ന അർത്ഥം എവിടുന്നാ കിട്ടിയത്? ഇവിടെ നാന്ന് കണ്ടോ? ഈ നായിൽ നിന്നാണ് എന്ത് കിട്ടിയത്? രണ്ടോടത്തുക്കും എന്ത് ഇല്ല എന്ന അർത്ഥം കിട്ടിയത്. ഈ നാ എന്നത് ഇങ്ങോട്ടും ബന്ധിക്കുന്നുണ്ട്, അതുപോലെ ഇങ്ങോട്ടും ബന്ധിക്കുന്നുണ്ട്. ദിൻകോ സോത്താത്ത ന രാത്കോ, ഇത് രണ്ട് ജുംലയെയും സെൽബി ആക്കിയിട്ടാണ്, രണ്ട് ജുംലയെയും നെഗറ്റീവ് സെന്റൻസ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. രാത്രിയും പകലും ഉറങ്ങാറില്ല, രാത്രിയും ഉറങ്ങാറില്ല. പെഹരേദാറോ കാ യേ കഹനാ ഥാ. പെഹരേദാർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്നാണ് അർത്ഥം. പെഹരേദാർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എന്നാണ് അർത്ഥം. അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ, കാവൽക്കാർ പറഞ്ഞത് ഇതാണ്. പെഹരേദാറോ കാ യേ കഹനാ ഥാ എന്ന് പറഞ്ഞാൽ കാവൽക്കാരുടെ പറച്ചിൽ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ കാവൽക്കാർ പറഞ്ഞത് ഇതാണ്. പെഹരേദാർ കാവൽക്കാരൻ എന്നാണ് ട്ടോ അർത്ഥം വരിക. പെഹരേദാറോ കാ യേ കഹനാ ഥാ, അവിടുത്തെ കാവൽക്കാരൊക്കെ പറഞ്ഞത് ഇതാണ്. എന്തെന്ന് വെച്ചാൽ വളരെ വിചിത്രകരമായ ഒരു പറച്ചിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞതെന്നറിയോ? 15 ബറസ് കെ തവീൽ ഉർസെ മേ വോ ഏക് ലഹ്സെ കെ ലിയെ ഭി നഹീ സോയാ. 12 വർഷത്തെ ഒരു നീണ്ട കാലയളവില് അദ്ദേഹം, ഉർസ എന്ന് പറഞ്ഞാൽ കാലയളവ്, ഉർസേമെ ആ ഒരു കാലയളവില്, വോ അദ്ദേഹം, ഏക് ലഹ്സെ കെ ലിയെ ഭി ഒരു സെക്കൻഡ് പോലും എന്തായിട്ടില്ല, നഹീ സോയ ഉറങ്ങിയിട്ടില്ല എന്ന് അവിടുത്തെ കാവൽക്കാര് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഉറങ്ങാൻ പോയിട്ട് ലേട്ട്താ ഭി നഹി. ലേട്ട്ന എന്ന് പറഞ്ഞാല് കിടക്കുക എന്നാണ് അർത്ഥം. ലേട്ട്ന എന്ന് പറഞ്ഞാല് കിടക്കുക എന്നാണ് അർത്ഥം. ഉറങ്ങാൻ പോയിട്ട് കിടന്നിട്ട് വേണ്ടേ ഉറങ്ങാന്? അദ്ദേഹം കിടക്കൽ പോലും ഇല്ലായിരുന്നു. ലേട്ട്ന എന്ന് പറഞ്ഞാല് കിടക്കുക എന്നാണ് അർത്ഥം. ലേട്ട്താ ഭി നഹി ഥാ, അൽബത്ത ഒരിക്കലും, അൽബത്ത എന്ന് പറഞ്ഞാല് ഒരിക്കലും, കഭി കഭി കിസി ദേവദാർ കെ സാത്ത് ടീക് ലഗാ ലേതാ ഥാ. അൽബത്ത എന്ന് പറഞ്ഞാൽ ബേഷക് എന്നാണ് ട്ടോ അർത്ഥം. തീർത്തും ഉറപ്പായിട്ടും എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കണേ, അൽബത്ത എന്ന് പറഞ്ഞാൽ ബേഷക് എന്നാണ് അർത്ഥം. അപ്പോൾ അൽബത്ത തീർത്തും ഉറപ്പായിട്ടും ഓൻ എന്ത് ചെയ്യാറുണ്ട്? ഒരിക്കലും ഉറങ്ങാറില്ല, കിടക്കാറ് പോലുമില്ല. അൽബത്ത, ബേഷക് അല്ലെങ്കിൽ യഖീനൻ, ഉറപ്പായിട്ടും, യഖീനൻ ഉറപ്പായിട്ടും, കഭി കഭി വല്ലപ്പോഴൊക്കെ, കിസി ഏതെങ്കിലും, ദീവാർ കെ സാത്ത് വല്ല, ദീവാർ എന്ന് പറഞ്ഞാല് ഡോറുമായിട്ട്, വല്ല ചുമരുമായിട്ട്, വല്ല ചുമരിനോട്, ടീക്ക് ലഗാ ലേതാത്ത, അവൻ എന്ത് ചെയ്യാറുണ്ട്? നിൽക്കാറുണ്ട്. ഓക്കെ, എപ്പോഴും നിൽക്കൽ തന്നെയാണ് പണി, ഇരിക്കൽ പോലും ഇല്ല, കടക്കലും ഇല്ല. പക്ഷെ എന്ത് ചെയ്യാറുണ്ട്? വല്ലപ്പോഴും ഏതെങ്കിലും ചുമരിനോട് ടീക്ക് ലഗാ ലേതാത്ത. ടീക്ക് ലഗാന എന്ന് പറഞ്ഞാല് അർത്ഥം ശ്രദ്ധിക്കണം, താങ്ങ് കൊടുത്തു നിൽക്കാറുണ്ട്. ഊന്ന് കൊടുത്തു നിൽക്കുക,
താങ്ങ്, ഊന്ന് നൽകുക, താങ്ങ് കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വല്ലപ്പോഴൊക്കെ വല്ല ചുമരിനോടും താങ്ങ് കൊടുത്തു നിൽക്കാറുണ്ട്. ടീക്ക് ലഗാന, ശ്രദ്ധിക്കുക, ടീക്ക് ലഗാന. താങ്ങ് നൽകുക എന്നാണ് അർത്ഥം. അപ്പോൾ വല്ല ചുമരിനോടും താങ്ങ് കൊടുത്ത് അതിനോട് ചാരി നിൽക്കാറുണ്ട്. നോക്കൂ, ഹർ വക്ത് ഖടാ രഹ്നേസെ, ഫുൾ ടൈം നിൽക്കുന്നത് കൊണ്ട്. ഖടാ രഹ്ന എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട്, ഘടന എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നല്ലേ. അപ്പം ഹർ വക്ത് ഖടാ രഹ്നേസെ, ഫുൾ ടൈം ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട്, ഉസ്കെ പാവോ, അദ്ദേഹത്തിന്റെ കാലുകൾ, സോജ് ഗയേഥേ, എന്തായിരുന്നു, പാവോ സോജ് ഗയേഥേ, തന്റെ കാലുകളൊക്കെ വീങ്ങിപ്പോയിരുന്നു. സോജ്ന എന്ന് പറഞ്ഞാല് സോജാന, സോജ്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വീങ്ങുക എന്നാണ് അർത്ഥം. पंडलियां भी फूल गई थीं, मगर इस जिस्मानी तकलीफ के बावजूद लेटकर आराम नहीं करता था. हिंदुस्तान, पाकिस्तान और पागलों के तबादले के मुतालिक जब कभी पागल खाने में गुफ्तगू होती थी तो वो गौर से सुनता था. कोई उससे पूछता कि उसका क्या ख्याल है तो वो बड़ी संजीदगी से जवाब देता, ओ पर्दी गड़गड़ दी, अंकिस दी बेध्याना, दी मंग दी दाल ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെന്റ്. അങ്ങനെ പണ്ഡിലിയാം ഭി ഫൂൽ ഗയി ഥി, അദ്ദേഹത്തിന്റെ എന്ത്, പണ്ഡിലി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ചോദിച്ചാണ് എന്ത്, തണ്ടൻകാൽ എന്നാണ് അർത്ഥം. പണ്ഡിലിയാം ഭി ഫൂൽ ഗയി ഥി, തണ്ടൻ കാലുകളും, പണ്ടിലി എന്നതിന്റെ ജമാണെന്ത്, പണ്ടിലിയ എന്നത്. അപ്പോൾ തണ്ടൻ കാലുകളും എന്തായിരുന്നു, ഫൂൽ ഗയിഥി, ഫൂൽന, ഫൂൽ ജാന എന്ന് പറഞ്ഞാൽ വീർക്കുക എന്നർത്ഥം. അതും വീർത്തു പോയിരുന്നു, നീര് കെട്ടി ആകെ വീർത്തു പോയിരുന്നു. പക്ഷേ മഗർ, എങ്കിലും, പക്ഷേ ഇസ് ജിസ്മാനി തക്ലീഫ് സെ, ജിസ്മാനി തക്ലീഫ്, ജിസ്മാനി എന്ന് പറഞ്ഞാൽ ശാരീരിക, ജിസ്മാനി ശാരീരിക പ്രയാസങ്ങൾ, തക്ലീഫ് കെ ബാവജൂദ്, ഈ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, ഉസ്കെ ബാവജൂദ് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കെ എന്നാണ് അർത്ഥം. ഉസ്കെ ബാവജൂദ്, ഉസ്കെ ബാവജൂദ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കെ. उसके तकलीफ के बावजूद लेटकर ആറാം നെഹി കർത്താഥ, എന്ത് ചെയ്യുമായിരുന്നില്ല, ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം കിടന്നിട്ട് വിശ്രമിക്കുമായിരുന്നില്ല. ഹിന്ദുസ്ഥാൻ, പാകിസ്ഥാൻ ഓർ പാഗലോं के तबादले के मुतालिक, ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ ഭ്രാന്തന്മാരെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജബ് കഭി, എപ്പോഴെങ്കിലും ഒക്കെ, പാഗൽ ഖാനമേ, ഈ പാഗൽ ഖാനയിൽ, ഭ്രാന്താലയത്തിൽ എന്തുണ്ടാവുകയാണ്, ഗുഫ്തുഗു ഹോത്തി ഥി, വല്ല സംഭാഷണങ്ങളും, ഗുഫ്തുഗു എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, സംഭാഷണങ്ങളും അല്ല സംസാരങ്ങളും ഹോത്തി ഥി ഉണ്ടാവുകയാണെങ്കിൽ, തോ അന്നേരത്ത് വോ ഗൗർ സെ സുൻതാ ഥാ, അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുമായിരുന്നു. കോയി ഉസ്സെ പൂച്ച്ത, ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്ത്, കെ ഉസ്കാ ക്യാ ഖയാൽ ഹെ, അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ, അന്നേരത്ത് വോ ബഡി സഞ്ജീദ്ഗി സെ, വളരെ ഗൗരവത്തോടുകൂടെ, സഞ്ജീദ്ഗി എന്ന് പറഞ്ഞാൽ ഗൗരവം എന്നാണ് അർത്ഥം, സഞ്ജീദ്ഗി, വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ഗൗരവത്തോടുകൂടെ ജവാബ് ദേത്ത, അദ്ദേഹം മറുപടി കൊടുക്കുമായിരുന്നു. എന്താ മറുപടി കൊടുക്കുക, അദ്ദേഹത്തിന്റെ തൊള്ളയെന്ന് വരുന്ന സാധാരണ പാട്ട്. ഏത് പാട്ട്, ഓ പഴുതി ഗഡ്ഗഡി അങ്കീസ് ദി ബേ ധ്യാനാദി മങ്ക്ദി ദാൽ ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെന്റ്. ഇവിടെ ഒരു വ്യത്യാസം വന്നിക്കണേ.
നോക്കൂ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പുരോഗതി വന്നു. ലേക്കിൻ ബാദ് മേ ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെന്റ്, പക്ഷേ പിന്നീട് ശേഷം ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെന്റ് എന്ന സ്ഥാനത്ത് ഓഫ് ദി ടൂബാട്ടിക് സിംഗ് എന്തായി? ടൂബാട്ടിക് സിംഗ്. അതാണ് നമ്മളെ പാഠത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഓഫ് ദി ടൂബാട്ടിക് സിംഗ്, ഓഫ് ദി ടൂബാട്ടിക് സിംഗ് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ സംഗതി എങ്ങനെയാന്ന് വെച്ചാൽ മറ്റേ പെർഫെക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആൻഡ് ദി ചീസ് ആൻഡ് ദി ടേൺ ആൻഡ് ദി കോൺ ആൻഡ് ദി പാക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ആ ഒരു ഇംഗ്ലീഷാണ് അയാൾ പറയണത്. ഓ പടുതി ഗഡ്ഗഡതി അങ്കീസ് ദീപേ ധ്യാനാദി. അന്ന് പിന്നെ ഇമാതിരി ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, വാട്സപ്പും യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഹിറ്റായില്ല എന്ന് മാത്രം. സംഗതി അതേ പെർഫെക്റ്റ് ഓക്കൻ്റെ അതേ പിരാന്താണ് മൂപ്പര് കാട്ടുന്നത്. അപ്പോൾ ലേക്കിൻ ബാദ് മേ ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെന്റ് की जगह ഓഫ് ദി ടൂബാട്ടിക് സിംഗ്, ഓഫ് ദി ടൂബാട്ടിക് സിംഗ് ഗവൺമെന്റിനെ ലേലി. പക്ഷെ പിന്നീട് എന്തായി? ഓഫ് ദി പാകിസ്ഥാൻ ഗവൺമെന്റ് എന്ന അദ്ദേഹത്തിന്റെ സംസാരത്തിലെ ആ ഭാഗത്ത് എന്തായി വന്നു? ഓഫ് ദി ടൂബാട്ടിക് സിംഗ് ഗവൺമെന്റ് എന്ന സ്ഥാനം പിടിച്ചു. और उसने दूसरे पागलों से पूछना शुरू किया. പിന്നീട് അദ്ദേഹം മറ്റുള്ള ആ ഭ്രാന്താലയത്തിലുണ്ടായിരുന്ന പാഗലുകളോട്, ഭ്രാന്തന്മാരോട് ചോദിക്കാൻ തുടങ്ങി. എന്ത്? കെ ടൂബാട്ടിക് സിംഗ് കഹാ ഹെ? നമ്മുടെ ടൂബാട്ടിക് സിംഗ് ഉണ്ടല്ലോ, മൂപ്പരനെ ഉണ്ടാക്കിയെടുത്തതാണ് ടൂബാട്ടിക് സിംഗ് എന്ന് പറഞ്ഞാണ്ട്. ഈ ടൂബാട്ടിക് സിംഗ് എവിടെയാണുള്ളത്? ജഹാ കാ വോ രഹ്നെ വാലാ ഹെ, അദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത്. ലേക്കിൻ കിസി കോ ഭി മാലൂം നഹീ ഥാ, എവിടെയാണ് അദ്ദേഹത്തിന്റെ താമസമുള്ളത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. കെ എന്തുകൊണ്ട്? എന്തെന്ന് വെച്ചാൽ വോ പാകിസ്ഥാൻ മേ ഹെ യാ ഹിന്ദുസ്ഥാൻ മേ ഹെ. ഈ ടൂബാട്ടിക് സിംഗ് യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ള ഒരാൾ തന്നെ അല്ല. എന്നിട്ട് ആൾക്കാരോട്, ഇയാളൊരു ഭ്രാന്തനാണല്ലോ, അപ്പൊ വാക്കുകളോട് ഇങ്ങനെ ചോദിക്കും, ടൂബാട്ടിക് സിംഗിനെ കണ്ടിട്ടുണ്ടോ? അയാൾ അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലേക്കിൻ കിസി കോ ഭി മാലൂം നഹീ ഥാ, ആർക്കും അറിയുക പോലുമില്ലായിരുന്നു. കെ വോ പാകിസ്ഥാൻ മേ ഹെ യാ ഹിന്ദുസ്ഥാൻ മേ, അയാള് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് പോലും അറിയില്ലായിരുന്നു. ജോ ബതാനേക്ക് കോഷിഷ് കർത്തേ ഥേ, ആരാണോ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, വോ ഖുദ് ഇസ് ഉൽഝാവോ മേ ഗിരിഫ്താർ ഹോ ജാതേ ഥേ. ഉൽഝാവോ എന്ന് പറഞ്ഞാല് ഒരു പ്രശ്നം എന്നാണ് അർത്ഥം. ഉൽഝാവോ എന്ന് പറഞ്ഞാല് ഒരു ഊരാക്കുരുക്ക് എന്നാണ് അർത്ഥം. ജോ ബതാനേക്ക് കോഷിഷ് കർത്തേ ഥേ, അദ്ദേഹത്തോട് ആരെങ്കിലും ഈ ഒരു സംസാരത്തിന്റെ, അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടി കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, വോ അദ്ദേഹം ഹുദ് സ്വമേധയാ ഇസ് ഉൽഝാവോമേ, ഈ ഒരു ഊരാക്കുടുക്കില് ഗിരിഫ്താർ ഹോ ജാതേ ഥേ. ഗിരിഫ്താർ ഹോന എന്ന് പറഞ്ഞാല് അതില് അകപ്പെടുമായിരുന്നു. ഗിരിഫ്താർ കർണ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക എന്നർത്ഥം. ഗിരിഫ്താർ ഹോന എന്ന് പറഞ്ഞാൽ അറസ്റ്റിലാവുക, പിടിപ്പെടുക. ഈ ഒരു ഊരാക്കുരുക്കിൽ അദ്ദേഹം പിടിപ്പെടുമായിരുന്നു, അകപ്പെടുമായിരുന്നു. കെ എന്താണ് അടുത്ത ഊരാക്കുടുക്ക് വരുന്നത്? അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം എന്താണ്? സിയാൽകോട്ട് പെഹലെ ഹിന്ദുസ്ഥാൻ മേ ഹോത്താ ഥാ. ഈ സിയാൽകോട്ട് ഉണ്ടല്ലോ, നമ്മളെ ആര് ഇക്ബാലിന്റെ സിയാൽകോട്ട് പെഹലെ ഹിന്ദുസ്ഥാൻ മേ ഹോത്താ ഥാ. ഈ സിയാൽകോട്ടൊക്കെ പണ്ടൊക്കെ ഇന്ത്യയിലായിരുന്നല്ലോ. പെർ എന്ന് പറഞ്ഞാല് മഗർ എന്നാണ് അർത്ഥം. പെർ പക്ഷേ എന്തായി? അബ് സുനാഹെ, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്ത് കേൾക്കുന്നുണ്ട്? കെ പാകിസ്ഥാൻ മേ ഹെ, ഇപ്പോ ആ സിയാൽകോട്ടുള്ളത് പാകിസ്ഥാനിലാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ക്യാ പതാഹെ, വല്ല അഡ്രസ്സുമുണ്ടോ, വല്ല വിവരമുണ്ടോ? ക്യാ പതാഹെ, വല്ല വിവരമുണ്ടോ? കെ ലാഹോർ, എന്തെന്ന് വെച്ചാൽ ക്യാ പതാഹെ, വിവരമുണ്ടോ? പതാഹെ ക്യാ, വിവരമുണ്ടോ? എന്ത്? കെ ലാഹോർ ജോ ആ പാകിസ്ഥാൻ മേ ഹെ, ഇന്ന് പാകിസ്ഥാനിൽ നിലകൊള്ളുന്ന ഈ ലാഹോർ ഉണ്ടല്ലോ, കൽ ഹിന്ദുസ്ഥാൻ മേ ചലാ ജായേ, നാളെ ഇന്ത്യക്ക് പോകും. പണ്ട് സിയാൽകോട്ട് ഇന്ത്യയിലല്ലേ ഇനിയോ, അതിപ്പോ പാകിസ്ഥാനിലാന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ ഇന്ന് ലാഹോർ പാകിസ്ഥാനിലാന്ന് പറയുന്നുണ്ടല്ലോ, അത് നാളെ ഇന്ത്യക്ക് പോകും പോലും എന്നൊക്കെ അദ്ദേഹത്തിന്റെ വർത്താനങ്ങൾ ഇങ്ങനെ അടുത്ത ചോദ്യം ഉണ്ടാകുമായിരുന്നു. യേ സാരാ ഹിന്ദുസ്ഥാൻ ഹി പാകിസ്ഥാൻ ബൻ ജായേ, ഈ
ഇന്ത്യ മുഴുവൻ തന്നെ, ഈ ഇന്ത്യ മുഴുവനും അതെന്തായിത്തീരും? പാകിസ്ഥാനായി തീരുമല്ലോ. ഓർ ഏ ഭി കോൻ സീനെ പർ ഹാത്ത് രക്കർ കഹ് സക്താ ഥാ. ഇതൊക്കെ, ഇതും ഓർ ഏ ഭി, ഇതും തന്നെ, കോൻ ആർക്ക്, സീനെ പർ ഹാത്ത് രക്കർ നെഞ്ചിൽ കൈവച്ചിട്ട്, സീനെ പർ ഹാത്ത് രക്കർ നെഞ്ചിൽ കൈവച്ചിട്ട്. ഇതൊക്കെ ആവശ്യം വരും കേട്ടോ, നമുക്ക് മറ്റൊരു സമയത്ത് ഉപയോഗിക്കേണ്ടി വരും. സീനെ പർ ഹാത്ത് രക്കർ കഹ് സക്താ ഥാ, കഹ് സക്താ ഥാ പറയാൻ ആർക്കാണ് പറയാൻ സാധിക്കുക? കെ ഹിന്ദുസ്ഥാൻ ഓർ പാകിസ്ഥാൻ, എന്തെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ദോനോ കിസി ദിൻ സർസെ ഗായിബ് ഹി ഹോ ജായേം. ആർക്കപ്പത് നെഞ്ചിൽ കൈവച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഈ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം, സർസെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലോടുക്കനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിമുടി, സർസെ ഗായിബ് ഹോ ജായ എന്ന് പറഞ്ഞാൽ അത് അടിമുടി ഈ ലോകത്തു നിന്ന് തന്നെ മാഞ്ഞു പോകുന്ന ആർക്കെങ്കിലും നെഞ്ചോട് ചേർത്ത് പറയാൻ സാധിക്കുമോ? സർസെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തല മുതൽക്ക്, അതിൻ്റെ അറ്റം മുതൽക്ക് തന്നെ ഗായിബ് ഹോ ജായേഗി. അത് അപ്പോൾ ജോ ബതാനേക്ക് കോശിഷ് കർത്തേ ഥേ, ആരാണോ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തോട് സംസാരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം ഹുദ് സ്വമേധയാ ഇസ് ഉൽജാവമേ, ഈ ഒരു ഊരാക്കുടുക്കില്, ഉൽജാവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് ഊരാക്കുടുക്കില് ഗിരിഫ്താർ ഹോ ജാത്തേ ഥേ, അകപ്പെടുമായിരുന്നു. അതില് ഗിരിഫ്താർ കർണ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക എന്നർത്ഥം. ഗിരിഫ്താർ ഹോന എന്ന് പറഞ്ഞാൽ അറസ്റ്റഡ് ആവുക എന്നാണ് അർത്ഥം. അതില് ഈ ഊരാക്കുടുക്കിൽ അകപ്പെടുമായിരുന്നു, പിടിപ്പെടുമായിരുന്നു. ഗിരിഫ്താർ കർണ എന്ന് പറഞ്ഞാല് പിടിക്കുക എന്നാണ് അർത്ഥം. ഗിരിഫ്താർ ഹോന എന്ന് പറഞ്ഞാൽ പിടിപ്പെടുക, അങ്ങനെ പിടിക്കപ്പെടുക. ഈ ഒരു ഊരാക്കുടുക്കിൽ പിടിക്കപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ അതിൽ അകപ്പെടുമായിരുന്നു. ആ ഊരാക്കുടുക്കിൽ അകപ്പെടുമായിരുന്നു. എന്താണ് ആ ഊരാക്കുടുക്ക്? അടുത്ത വർത്താനാണ് മൂപ്പരെ. സിയാൽകോട്ട്, സിയാൽകോട്ട് എന്നത് പെഹലെ ഹിന്ദുസ്ഥാൻ മേ ഹോത്താ ഥാ, ആദ്യമൊക്കെ ഇന്ത്യയിലായിരുന്നല്ലോ. പർ, പർ എന്ന് പറഞ്ഞാൽ മഗർ എന്നാണ് അർത്ഥം. പർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, മഗർ എന്നാണ് പർ എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷേ എന്നർത്ഥാണ് പർ, മഗർ. അബ് സുനാഹെ, പക്ഷെ ഇപ്പൊ കേൾക്കുന്നുണ്ട് കെ പാകിസ്ഥാൻ മേഹെ, ഇത് എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഉള്ളത്. ക്യാ പതാഹെ, അഥവാ പതാഹെ ക്യാ, എനിക്ക് വല്ല വിവരമുണ്ടോ, എനിക്ക് വല്ലതും അറിയോ? കെ ലാഹോർ, എന്തെന്ന് വെച്ചാൽ ലാഹോർ എന്നത് ജോ ആ പാകിസ്ഥാൻ മേഹെ, ഇപ്പൊ ലാഹോർ പാകിസ്ഥാനിലല്ലേ ഉള്ളത്. ആ ലാഹോർ കൽ, നാളെ ഹിന്ദുസ്ഥാൻ മേ ചലേ ജായേ, നാളെ ഇന്ത്യക്ക് പോകണ്ട പോലും. യാ, അല്ലെങ്കിൽ അനക്കറിയോ, അത് ക്യാ പതാഹേക്ക് ലാഹോർ ജോ പാകിസ്ഥാൻ മേ കൽ ഹിന്ദുസ്ഥാൻ മേ ചലാ ജായേ എന്നത് നിനക്കറിയോ? യാ, അല്ലെങ്കിൽ സാരാ ഹിന്ദുസ്ഥാൻ ഹി, അല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യ തന്നെ പാകിസ്ഥാൻ ബഞ്ചായേ, ആ ഇന്ത്യ മുഴുവൻ തന്നെ പാകിസ്ഥാനായി തീരുമെന്ന് അനക്കറിയോ? ഓർ ഏ ഭി, പിന്നെ ഇതും, കോൻ ആർക്ക്, സീനെ പർ ഹാത്ത് രക്കർ നെഞ്ചിൽ കൈവച്ചിട്ട്, സീനെ പർ ഹാത്ത് രക്കർ നെഞ്ചിൽ കൈവച്ചിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സീനെ പർ ഹാത്ത് രക്കർ എന്ന് പറഞ്ഞാല് നെഞ്ചിൽ കൈവച്ചിട്ട്, നെഞ്ചിൽ കൈവച്ചിട്ട്. സീനെ പർ ഹാത്ത് രക്കർ കഹ് സക്താ ഹെ, കഹ് സക്താ ഥാ, ആർക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാൻ സാധിക്കും. നെഞ്ചിൽ കൈവച്ചെന്നാണ് വായിക്കേണ്ടത്. കെ സക്താ ഥാ, പറയാൻ സാധിക്കുമായിരുന്നു. എന്ത്? കെ ഹിന്ദുസ്ഥാൻ ഓർ പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാനും, ദോനോ രണ്ടും, കിസി ദിൻ ഏതെങ്കിലും ഒരു ദിവസം എന്താകും? സറേസെ, സറേസെ ഗായിബ് ഹി ഹോ ജായേ. ശ്രദ്ധിക്കുക, സറേസെ എന്ന് പറഞ്ഞാൽ ഇന്തിഹായി ഹദ്സെ എന്ന അർത്ഥം. സറേസെ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം മുതൽക്ക്, അപ്പൊ ഇന്ത്യയുടെ അങ്ങേ അറ്റം മുതൽ തന്നെ ഗായിബ് ഹി ഹോ ജായേ, അപ്രത്യക്ഷമാകുമെന്ന് ആർക്ക് നെഞ്ചോട് കൈവച്ചിട്ട് പറയാൻ സാധിക്കും
എന്ന് അദ്ദേഹത്തിൻ്റെ ബാക്കി സംസാരത്തിൽ വരും. സറേസ എന്ന് പറഞ്ഞാൽ ഇന്തിഹായി ഹദ്സെ, സറ എന്ന് പറഞ്ഞാൽ ഇന്തിഹായി ഹദ് എന്നാണ് അർത്ഥം, അങ്ങേ അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ അടിമുടി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യ അടിമുടി തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു ദിവസം വരും എന്ന് ആർക്കാണ് നെഞ്ചോട് ചേർത്ത് പറയാൻ കഴിയുക? ഏക് സറേസെ ദൂസരേ സറേ തക് എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഇന്നത്തെ പാഠം. പ്രത്യേകം ശ്രദ്ധിക്കുക, പഠിക്കുക. പ്രധാനപ്പെട്ട പല വാക്കുകളും വന്നിട്ടുണ്ട്, അതും കഥയും ഒക്കെ വായിച്ച് പഠിക്കുക. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.